പെരുമഴയത്ത് നടു റോഡിൽ കൈക്കുഞ്ഞുങ്ങളുമായി സർക്കാരിനോട് നീതി തേടുന്നൊരു അമ്മയെയാണ് നമ്മൾ കണ്ടത്. 3.5 1.5 വയസ്സുള്ള ഇബ്രിനും റാഫേൽ ജൂഡും അച്ഛനെ തിരക്കുമ്പോൾ എന്തു മറുപടി പറയുമെന്ന് സ്റ്റിജി നമ്മളോട് ചോദിക്കുന്നു. കഴിഞ്ഞ 8 ദിവസമായി ഭർത്താവ് ഷിജിനായുള്ള കാത്തിരിപ്പിൽ സർക്കാരിൽ നിന്നുള്ള നടപടിയും മറുപടിയും ഈ കുടുംബത്തിന് സ്വീകാര്യമല്ല. നീണ്ടകരയിലെ ഗൗതമിനെയും വിഴിഞ്ഞത്തെ ജോണിനെയും കാണാതായിട്ടും ഇത്ര തന്നെ ദിവസങ്ങളായിരിക്കുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖം തിരിക്കുന്ന, മറുപടി വാർത്താക്കുറിപ്പിൽ ഒതുക്കുന്ന ഫിഷറീസ് മന്ത്രിയാണോ നമുക്ക് വേണ്ടത്? ഇന്ന് പെരുമഴയത്ത് കൈക്കുഞ്ഞുങ്ങളുമായി ഒരമ്മ സമരത്തിനിറങ്ങിയത് കണ്ടതോടെ മന്ത്രി CP ജോണിനെ സർക്കാർ അനുനയത്തിന് അയച്ചു. തിരച്ചിലിന് മത്സ്യത്തൊഴിലാളികളെ കൂടെ ഉൾപ്പെടുത്താമെന്നതടക്കമുള്ള ഉറപ്പ് നൽകിയിട്ടും മത്സ്യത്തൊഴിലാളികളുടെ രോഷം പൂർണ്ണമായും ശമിപ്പിക്കാൻ മന്ത്രിക്കുമായിട്ടില്ല. വാക്കുപാലിച്ചില്ല എങ്കിൽ വീണ്ടും പ്രതിഷേധമെന്നവർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഓഖി കാലം മുതൽ വിഴിഞ്ഞം പദ്ധതികളിൽ വരെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ച ദുരിതങ്ങളും നഷ്ടങ്ങളും, അതിനോടൊക്കെ കാലാകാലങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്ന നിസ്സംഗതയും നമുക്ക് മുന്നിലുണ്ട്. മത്സ്യത്തൊഴിലാളികളെ തീവ്രവാദികളായി മുദ്രകുത്തിയവരും ഇപ്പോൾ രക്ഷകവേഷത്തിൽ രംഗത്തുണ്ട്. കടൽ തീരത്തു നിന്നുള്ള കണ്ണീർ കാഴ്ചകൾ തുടരുമ്പോൾ കൈവിട്ടോ എന്നതാണ് ചോദ്യം. വിഴിഞ്ഞത്തുനിന്നും കാണാതായ മത്സ്യത്തൊഴിലാളി ശ്രീ ജോണിന്റെ മകൾ ജിജി ജോൺ ഉണ്ട് നമ്മോടൊപ്പം ചർച്ചയിൽ. രേഷ്മ നീണ്ടകരയിൽ നിന്നും കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മയാണ്. ഡോക്ടർ ജിൻഡോ ജോണാണ് കോൺഗ്രസ് പ്രതിനിധിയായുള്ളത്. എച്ച്സലാം CPM പ്രതിനിധിയായി. ഫാദർ യൂജിൻ പെരേരയും ലത്തീൻ സഭാ വികാരി ജനറലും ചർച്ചയിലുണ്ട്. ചാൾസ് ജോർജ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവാണ്, അദ്ദേഹം നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. അത് ഞാൻ ഫാദർ യൂജിൻ പെരേരയിലേക്കാണ് പോകുന്നത്. ഫാദർ യൂജിൻ പെരേര, ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങി എന്നാണോ നമ്മൾ ഈ മണിക്കൂറിൽ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ മന്ത്രി CP ജോണിനെ മുഖ്യമന്ത്രി തന്നെ ചുമതലപ്പെടുത്തി. ഇപ്പോൾ ഷിജിന്റെ ഭാര്യയുമായി അദ്ദേഹം നീണ്ട മണിക്കൂറുകളോളം ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടല്ലോ, മത്സ്യത്തൊഴിലാളികളെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള തിരച്ചിലേക്ക് കടക്കുന്നു എന്ന്. എന്താണ് ഇപ്പോഴത്തെ മറുപടിയിൽ തൃപ്തിയുണ്ടോ അങ്ങേക്ക്? അല്ല, ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവിതം പുലർത്താനായിട്ട് ഏറ്റവും അധികം മത്സ്യം ലഭിക്കുന്ന കാലമാണ് വർഷകാലം. പക്ഷേ ആ വർഷകാലം കുറേ നാളുകളായി വലിയ ദുരന്തകാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി, ഇന്ന് സാങ്കേതിക വിദ്യ വളരെ വികസിച്ചു. 2017 ഓഖി സമയത്തും 2018 ജലപ്രളയ സമയത്തും ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതാണ്, കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തമുഖത്ത് മുന്നറിയിപ്പുകൾ നൽകാൻ, കാലാവസ്ഥ മാറ്റത്തിൻ്റെ മുന്നറിയിപ്പുകൾ നൽകാനായിട്ട് വിദഗ്ധമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്ന്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കേട്ട് മറന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുമുള്ളത്. ഇപ്രാവശ്യവും ഈ പറഞ്ഞിരിക്കുന്ന കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ജീവൻ പൊലിയുന്ന അപകടമുണ്ടായപ്പോഴും ആ സന്ദർഭത്തിൽ കൃത്യമായി കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടാകാനുള്ള സംവിധാനം ഉണ്ടായില്ല. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഞങ്ങൾ ജൂൺ മാസം 10-ാം തീയതി ബഹുമാന്യനായ കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് പോയിരുന്ന് രേഖാമൂലം നൽകിയ തുണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ മുതലപ്പുഴയിൽ പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ ക്രമപ്പെടുത്തണം. ആ മുതലപ്പുഴ വലിയ അപകടസ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതിനോട് ആദ്യം ആവശ്യപ്പെട്ടത് ആവശ്യത്തിന് ലൈറ്റുകൾ അവിടെ ഇടണമെന്നാണ്. ഇരുണ്ട് കിടക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല. രണ്ടാമത് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, അവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനായിട്ട് കാര്യശേഷിയുള്ള നൈപുണ്യമുള്ള മുങ്ങൽ വിദഗ്ധരെ ഒരു കൊച്ചു ടീമിനെങ്കിലും ചുമതലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ബോട്ടുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഈ അപകടമുണ്ടായ സന്ദർഭത്തിൽ ഇവരാരും ഈ രംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. അങ്ങനെ ജാഗ്രതയോടുകൂടി ഈ കാലാവസ്ഥാ മാറ്റം മനസ്സിലാക്കുകയും ഇടപെടലുകളെയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വളരെ ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി ഞാൻ ആ കുടുംബത്തിൽ പോയിരുന്നു. ആ അമ്മയും മക്കളെയും ഒക്കെ കണ്ടിരുന്നു. ആ കുടുംബത്തിൻ്റെ അന്നദാതാവാണ്
ഈ കടലിൽ മറഞ്ഞുപോയ ഷിജിൻ. അങ്ങനെ ഒരു കുടുംബം അനാഥമായി തീരുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഭരണാധികാരികളോട് ഇക്കാര്യത്തിൽ അല്പം ജാഗ്രതയും ഗൗരവവും കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങളെയൊക്കെ വളരെ ദുഃഖിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് ഇന്നും നമ്മുടെ കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും 3 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ട് അവരുടെ മൃതദേഹം പോലും തിരിച്ചു കിട്ടാത്തൊരു സ്ഥിതിയാണ്. ഞാൻ ഇക്കാര്യത്തിലൊക്കെ കാണിക്കുന്ന അനാസ്ഥ പരിശോധിക്കുമ്പോൾ ഈ മുതലപ്പുഴി സംബന്ധിച്ച് 2022 കേരള സർക്കാർ പൂന CWPRS ഏജൻസിയെ ഈ മുതലപ്പുഴയുടെ അപാകതകൾ പഠിക്കാനും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകി അതിൻ്റെ ഒരു ഓർഡർ ഇറക്കിയിരുന്നു. ഈ CWPRS 2024 അവർ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. ഞാൻ ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഇപ്പോഴും തരുന്നില്ല. ഇത് ആരെ സംരക്ഷിക്കാനാണ്? ഇതിനകത്ത് ചില വെള്ളാനകൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും ചില നടപടികൾ ഇപ്പം നടന്നു വരികയാണ് മുതലപ്പുഴയിൽ. ആ നടപടി തന്നെ വലിയ അപകടകരമാകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ പുലിമുട്ടിൻ്റെ അറ്റത്ത് അവിടെ കടലടിക്കുകയാണ്. അപ്പോൾ സുരക്ഷിതമായി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ കടലിൽ മണ്ണ് അടിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം 1 മീറ്ററും 1.5 മീറ്ററും പോലും ആഴമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കടൽക്ഷോഭ സമയത്ത്, പ്രത്യേകിച്ച് നല്ല വർഷകാലത്ത് വള്ളങ്ങൾക്ക് കടലിൽ സുരക്ഷിതമായി പോകാൻ സാധിക്കുന്ന സാഹചര്യവും സൗകര്യവും ഉണ്ടാക്കാത്ത സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഇക്കാര്യത്തിലൊക്കെ വലിയ അനാസ്ഥയും, അതുപോലെ തന്നെ ഈ അപകടം സംഭവിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരെ അവിടെ നിയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ സ്കൂബ ഡൈവിങ്ങുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ വളരെ കാരുണ്യമുള്ള മനുഷ്യരാണ് ഞങ്ങൾ. അവരെ ഈ പ്രക്ഷുബ്ധമായ കടലിൽ ഇറങ്ങണമെന്നല്ല, പക്ഷേ കഴിവും ശേഷിയും അതിന് സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ഈ പറഞ്ഞിരിക്കുന്ന അന്വേഷണത്തിന് ഇറക്കണം. നമുക്കിവിടെ നേവിയുണ്ട്, മറൈൻ എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസുണ്ട്. ഈ സംവിധാനങ്ങളിലൊന്നും വേണ്ടത്ര പരിചയം, കടൽ പരിചയവും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രതികൂല സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള ഉദ്യോഗസ്ഥരല്ല ഇരിക്കുന്നത്. ഈ തീരദേശ പോലീസ് സ്റ്റേഷൻ ലെവലിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പ്രായമായി അല്ലാതെ തന്നെ വന്നിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് വന്നിരിക്കുന്നത്. അവർക്കൊന്നും കടലിൻ്റെ ഗതി അറിയില്ല, കടലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയത്തില്ല, ഈ കടലിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ സാധിക്കത്തില്ല. ആ ഒരു വലിയ ഒരു നിഷേധാത്മകമായ സമീപനം ഇന്നിവിടെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുകയാണ്. തീർച്ചയായും. ഞാനൊന്ന് ജിജി ജോണിലേക്ക് പോകുന്നു. ജിജി, അച്ഛനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, പക്ഷേ തിരച്ചിൽ തുടരുന്നു എന്നാണല്ലോ സർക്കാർ സംവിധാനം അറിയിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ തന്നെ വിശദീകരണമായി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാര്യം, കോസ്റ്റൽ ഗാർഡും കോസ്റ്റൽ പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ഏകോപിതമായി തിരച്ചിലിലേക്ക് രക്ഷാപ്രവർത്തനവും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും ഡോണിയർ വിമാനവും മറൈൻ പോലീസിൻ്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ തിരച്ചിൽ തന്നെ ചില ഘട്ടങ്ങളിലും നിർത്തിവെക്കേണ്ടി വരുന്നത് കടൽ പ്രക്ഷുബ്ധമാകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ, ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന ന്യായീകരണം എത്രത്തോളം അംഗീകരിക്കാനാവുന്നതാണ്? ഈ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിനൊപ്പം മന്ത്രിമാർ നടത്തേണ്ടിയിരുന്ന പ്രതികരണം വേണ്ട സമയത്ത് നടത്തിയില്ല എന്നതാണോ ജിജിയുടെ പ്രധാനപ്പെട്ട പരാതി? ജിജിയും സഹോദരനും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം മുഴുവൻ കേട്ടതാണ്. അതെ, എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ അപകടം സംഭവിച്ച ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇപ്പോഴാണോ ചെയ്യേണ്ടിയിരുന്നത്? ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷം. പക്ഷേ അത് ഇപ്പോഴാണോ ചെയ്യേണ്ടിയിരുന്നത്? ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത്? അപ്പം ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ പരാതികൾക്ക് ശേഷം ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് കൃത്യം അപകടം നടന്ന ആ സമയത്ത് നമുക്കത് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയത്?
അതുകൊണ്ടാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്, സിസ്റ്റത്തിന്റെ ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷേ ജിജി, ഇപ്പോൾ ഈ സർക്കാർ അറിയിക്കുന്ന പ്രകാരം പാർട്ടീസിനെതിരെയുള്ള പരാമർശമല്ല. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നുമില്ല ജിജി. പക്ഷേ സർക്കാർ അറിയിക്കുന്ന പ്രകാരം 31-ാം തീയതി അർദ്ധരാത്രിയോടെയാണ് ഈ മുതലപ്പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നുള്ള ഫോൺ സന്ദേശം ലഭിച്ചത്. അപ്പോൾ മുതൽ തന്നെ ഈ മുതലപ്പുഴയിലെ ഗാർഡുകളുമായി ജില്ലാ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുന്നു. നടപടികൾ, അതായത് ഫ്രീമോനെയും ഷിജിനെയും ആന്റണി ബെഞ്ചമിൻ, ജോണി മത്തിയാസ് എന്നിവരെ കാണാതായി സ്ഥിരീകരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകി നടപടിയിലേക്ക് കടന്നു എന്നാണ് ഈ വിശദീകരണത്തിൽ പറയുന്നത്. അത് ശരിയല്ല എന്നാണോ ജിജിക്ക് പറയാനുള്ളത്? എപ്പോൾ തുടങ്ങി എന്നാണ്, അപ്പോൾ തിരച്ചിലേക്ക് കടന്ന് എന്ന് തുടങ്ങി എന്നാണ് ജിജിയുടെ മനസ്സിലാക്കുന്നത്? ഞാൻ വരാം. തിരച്ചിലുകൾ ഇവർ ഓൺ റെക്കോർഡ് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇതുവരെ ഇവർ തിരച്ചിലുകൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. തിരച്ചിലുകൾ ചെയ്യുന്നുണ്ട്. ഈ 18 മുതൽ 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് നടന്ന ആക്സിഡന്റിന് നിങ്ങൾ 4-5 മൈൽ പോയി തിരക്കിയിട്ട് വന്നാൽ ഇതിന്റെ പേര് രക്ഷാപ്രവർത്തനമാണോ? അതെ, അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഓൺ റെക്കോർഡ് എല്ലാം ഉണ്ട്. 3 ഓഫീസേഴ്സ് വൊമിറ്റ് ചെയ്തതിന്റെ പേരിൽ തിരിച്ചു വന്ന കാര്യവും ഡീസൽ ഇല്ലാത്തതിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ കാര്യവും ഞാൻ 2-3 ദിവസമായിട്ട് എല്ലാവരെയും സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കും അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ കളക്ടറേറ്റിൽ പോയപ്പോഴത്തേക്കും അവർ പറയുന്നത് അവർക്ക് ഫണ്ടില്ല എന്നാണ്. സിസ്റ്റം, ഇന്ത്യക്കകത്ത് ഇതിനുള്ള എല്ലാ സിസ്റ്റവും ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ അത് മൊബിലൈസ് ചെയ്യാൻ അവരുടെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ള റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് 5 മണിക്ക് ഇത്രയും ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി സമയം കണ്ടെത്തി എന്നെ വിളിച്ചു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അതിന് നന്ദി അറിയിക്കുകയാണ്. പക്ഷേ സൊല്യൂഷൻ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മുഖ്യമന്ത്രി ഒരു ഉറപ്പും നൽകിയിട്ടില്ല. അദ്ദേഹം ആശ്വസിപ്പിക്കാൻ നമ്മളെ ശ്രമിച്ചു. പക്ഷെ നമുക്ക് വേണ്ടത് ആശ്വാസമല്ല, നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്ന കുറച്ച് പ്രതിനിധികളെയാണ് നമുക്ക് ആവശ്യം. പക്ഷെ അദ്ദേഹം അതിനുള്ള ആ ഒരു എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള ഇത് എടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. 8 ദിവസമായിട്ടും കേരളത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫെസിലിറ്റീസ് നടത്തിയിട്ടും 3 പേരെ കണ്ടെത്താനായിട്ടില്ല ഇതുവരെ എന്നുള്ളത് സിസ്റ്റത്തിന്റെ അപാകത തന്നെയല്ലേ? അതിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിന് എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? ഞങ്ങൾ പറയുന്നു പ്രോപ്പറായിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം വേണം ഞങ്ങൾക്ക്. ഇത് 24/7 പ്രവർത്തിക്കുന്നത് തന്നെ വേണം. എന്തെന്ന് വെച്ചാൽ ഓഫീസ് ടൈമിൽ വന്നു പോകാനാണെങ്കിൽ നിങ്ങൾ അത് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. വെതർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ആ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെ ഓഫീസ് ടൈമിൽ നിങ്ങൾ വന്നു പോയി വർക്ക് ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഒരു ഓഫീസ് അവറിൽ ചെയ്യേണ്ട ജോലിയല്ല. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതാണ് ഞാൻ സർക്കാരിനോട് മുൻവയ്ക്കുന്നതും. ആര് തന്നെ സർക്കാരായിരുന്നാലും കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവണത തന്നെയാണ് ഇവിടെ എല്ലാം നടന്നു വരുന്നത്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. മാറി വരുന്നതായിരുന്നാലും ഇപ്പോഴുള്ളതായിരുന്നാലും ഇനി വരാൻ പോകുന്നതായിരുന്നാലും സർക്കാർ സംവിധാനങ്ങൾ കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് എതിരെ നടത്തുന്നത് തന്നെയാണ്. അവർക്ക് ഒരു നെഗ്ലജൻസ്, ഹിസ്റ്റോറിക്കലി കണ്ടുവരുന്ന ഈ നെഗ്ലജൻസ് ഉണ്ട് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ല. അതിന് ഉദാഹരണമാണ് ഞങ്ങൾ ഈ 3-4 ദിവസമായിട്ട് കയറി ഇറങ്ങുന്ന സർക്കാർ ഓഫീസുകളും ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യുന്നവരും ആദ്യം ഞങ്ങളെ പേടിക്കുകയാണ്. ഇവിടെ കടന്നു വരാൻ അവർക്ക് പേടിയാണ്. ഞങ്ങൾ കരയിലുള്ളവർ കടലിലോട്ട് വന്നാൽ എന്താവുമെന്ന് അറിയാമല്ലോ എന്നുള്ള ചോദ്യങ്ങൾ പലരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ കടയിലുള്ളവരുടെ വോട്ട് വാങ്ങാനായിട്ട് കയറി വന്നപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത്? ഇവിടെ ഉള്ളവര് വിദ്യാഭ്യാസമുള്ളവരാണ്, ഇവിടെ ഉള്ളവർക്കും നോളജ് ഉണ്ട്, അവരും മനുഷ്യരാണ് ബേസിക്കലി. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് മുഖ്യമന്ത്രിയോട് തന്നെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നത്, യു ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അബൌട്ട് ഇറ്റ്. അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? എഡ്യൂക്കേറ്റഡ് പീപ്പിളിനെ തന്നെയാണ്. ഇന്ന് സർക്കാർ സമിതികളിൽ ഇരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് നമ്മൾ ഇത് പഠിപ്പിക്കേണ്ടത്. അവർക്കാണ് ഈ ബോധ്യമില്ലാത്തത്. അവർ പറയുന്നത് മനുഷ്യർ കടിക്കും, അങ്ങനത്തെ പ്രവണത, അങ്ങനത്തെ ഒരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞവരോട് ഞാൻ ചോദിച്ചത് ഇത് തന്നെയാണ്. എന്താ കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഉള്ളവർ നിങ്ങളെ കണ്ടാൽ കടിക്കുമോ എന്നാണ് ഞാൻ അവരോട് ചോദിച്ചത്. കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഉള്ളവർ വിവരമില്ലാത്തവരോ തൊഴിലെടുക്കാത്തവരോ അല്ല. അവരവരുടെ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇന്ന് ഓരോരുത്തരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും യുനെസ്കോയിൽ വരെ വർക്ക് ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. പല വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവർ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കഴിവും ആത്മാർത്ഥതയും ഉണ്ട്. വിദ്യാഭ്യാസത്തിന്റെ വില അറിയാവുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ.
അവരവരുടെ മക്കളെ മാക്സിമം അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പല സംവിധാനങ്ങളും അവരെ അമർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു റിക്വസ്റ്റാണ്. ഞങ്ങൾ മനുഷ്യരാണ്. ഒരു ആക്സിഡന്റ് വരുമ്പോൾ കൃത്യസമയത്തുള്ള റെസ്ക്യൂ ഓപ്പറേഷനോ ഒരു SOP പോലും ഇല്ലാത്ത സംവിധാനത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളെ പൊളിറ്റിക്കലൈസ് ചെയ്യുക, മതതീവ്രവാദികളാണെന്ന് മുദ്ര കുത്തുക, അല്ലെങ്കിൽ ഞങ്ങളെ ഇവര് ആരൊക്കെയോ പ്രഷറൈസ് ചെയ്യുന്നെന്ന് പറയുക, അതല്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജിജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജിൻഡോ നോക്കൂ, എത്ര സെൻസിബിളായിട്ടാണ് ജിജി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ ആരോപണമായിട്ടൊന്നുമല്ല, ഒരു അച്ഛനെ കാണാതായതിൻ്റെ വേദന, ആ വേദനയേക്കാൾ ഉപരി ഇവിടുത്തെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാതിനെ കുറിച്ചാണ് ജിജി ചൂണ്ടിക്കാണിക്കുന്നത്. നിസ്സംഗത, സർക്കാർ തുടർച്ചയാണെന്ന് പറയുന്നത് പോലെ നിസ്സംഗതയും ഒരു തുടർച്ചയാണോ ജിൻഡോ? സ്മൃതി, നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഇപ്പം എനിക്ക് ജിജി പറഞ്ഞത് ഞാൻ അതിനെ വൈകാരിക വിക്ഷുബ്ധാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും, കണ്ടു നിൽക്കുന്നവർക്കും സംസാരിക്കുന്നവർക്കും മനസ്സിലാകില്ല. നഷ്ടം നേരിട്ട് ബാധിക്കുന്ന മനുഷ്യർ അവരാണ്. അതുകൊണ്ട് അതിനോട് പൂർണ്ണമായിട്ട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾക്ക് അപകടത്തിൽപ്പെട്ടു, കുറച്ച് പേർ മരണപ്പെട്ടു, 3 പേരെ കണ്ടെത്താനുണ്ട്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകളുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞത് പ്രകാരമുള്ള ആ നിർദ്ദേശങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ്, അതുപോലെ മറ്റ് ഏരിയലായിട്ടുള്ള സെർച്ചിങ്ങും ഇതെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന വിഴിഞ്ഞത്ത് മാത്രം 100 മണിക്കൂറോളം സെർച്ച് കഴിഞ്ഞു. മുതലപ്പുഴയിൽ ഏകദേശം 51 മണിക്കൂർ സെർച്ച് നടത്തി. പക്ഷെ നമുക്ക് നമ്മുടെ നിലവിലുള്ള സൗകര്യങ്ങൾ, നിലവിലുള്ള സന്നാഹങ്ങൾ, നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കടലിൻ്റെ വിക്ഷുബ്ധാവസ്ഥയും കാലാവസ്ഥ പ്രശ്നങ്ങളും ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില പരിമിതികൾ വരുന്നുണ്ട്. ആ പരിമിതികൾ ഇത് ശരിയാണ്. ഈ സർക്കാർ അധികാരമേറ്റിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയാം. എപ്പോഴും ഈ ദുരന്തം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഈ സംവിധാനങ്ങൾ ഇല്ലല്ലോ, ഇത്രയും സംവിധാനങ്ങളെ ഉള്ളല്ലോ എന്ന ആലോചനയും ചർച്ചയും നടക്കുക. അല്ലെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഈ എന്താ പറയുക, പദം പറയുന്ന രൂപത്തിലേക്ക് സംസാരിക്കുന്ന അവസ്ഥയുണ്ടാവുക. പക്ഷേ നടപ്പാക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോസ്റ്റൽ പോലീസിൻ്റെ കാര്യത്തിൽ നേരത്തെ ഫാദർ യൂജിൻ പെരേര പറഞ്ഞ കണ്ടല്ലോ, കോസ്റ്റൽ പോലീസ് എന്ന് പറയുമ്പോൾ കടലിനെ അറിയുന്നവരാകണം ആ ഭാഗത്ത് പ്രവർത്തിക്കേണ്ട പോലീസ്. അങ്ങനെയല്ല, അതേക്കുറിച്ച് അറിയാത്തവരാണ്, മാത്രമല്ല താല്പര്യമില്ലാത്തവരുമാണ്. അങ്ങനെയുള്ളവർ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത്? ഇതൊരു ഓഫീസ് ടൈമിൽ ചെയ്യേണ്ട ജോലിയല്ല എന്ന് ജിജി ഓർമ്മിപ്പിച്ചത് കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ള ഇഷ്ടം പോലെ ഉണ്ടാകാം. അങ്ങനെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരെ തിരഞ്ഞെടുക്കുക എന്നതുകൂടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പറയുന്ന അത്യാധുനിക സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഈ പറഞ്ഞ പഴഞ്ചൻ കാലാവസ്ഥാ പ്രവചന രീതി, അതൊക്കെ സമയമെടുത്ത് പരിഹരിക്കേണ്ട വിഷയമാണ് എന്ന് പറയാമെങ്കിലും ഇത്തരം വളരെ വേഗത്തിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ എത്രത്തോളം പരിഹരിക്കുന്നുണ്ട്? ഇപ്പോൾ തിരച്ചിൽ നടത്തിയെന്ന് പറയുമ്പോഴും ജിജി പറയുകയാണ് 18 നോട്ടിക്കൽ മൈൽ അകലെ നിന്നും കാണാതായ ആളെ 4 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി പരിശോധന നടത്തി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ പരിശോധിച്ചോ എന്ന് ചോദിച്ചാൽ പരിശോധിച്ചു. എന്ത് പരിശോധനയാണ്? അല്ല, ഇതിലുള്ളൊരു പ്രശ്നം സ്മൃതി, അവർ ഇപ്പോൾ ഫാദർ യൂജിൻ പെരേരയായാലും ജിജി പറഞ്ഞ 2 നിർദ്ദേശങ്ങളും അത് കുറെ കൂടി സ്വാഗതാർഹവും നമുക്ക് എളുപ്പത്തിൽ അത് നടപ്പാക്കേണ്ടതുമാണെന്നാണ് ഞാനും വിചാരിക്കുന്നത്. കോസ്റ്റൽ പോലീസിലായാലും ഇപ്പോൾ കാലാവസ്ഥാ പ്രവചന വിഭാഗത്തിലായാലും അത് ഒരു ജോലി എന്നുള്ളതിനേക്കാൾ അപ്പുറം, ഓഫീസ് ജോലി എന്നുള്ളതിനേക്കാൾ അപ്പുറം ആ പ്രദേശത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള അവസ്ഥയും മറ്റു പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടി അതിനെ അനുഭവപൂർവ്വം പരിഗണിക്കാവുന്ന ആളുകൾ ആ തൊഴിൽ മേഖലയിലേക്ക് വരണം. അത് സർക്കാർ സംവിധാനങ്ങൾ അത് പരിശോധിച്ചിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുണ്ട്, ഡോണിയർ വിമാനം അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്, മറൈൻ പോലീസിൻ്റെ ബോട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടുകൾ ഉപയോഗിച്ചിട്ട്, അതുപോലെ ഹെലികോപ്റ്ററിൻ്റെ ഉണ്ട്, മറൈൻ ആംബുലൻസ്, മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്ന പരമാവധി ഭാഗത്തേക്ക് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലുള്ള പ്രശ്നം കടലിൻ്റെ നിലവിലെ പ്രക്ഷുബ്ധാവസ്ഥ വെച്ചിട്ട് നമുക്ക് ചില പരിമിതികൾ വരുന്നു.
ഇപ്പോൾ മുതലപ്പൊഴി ഭാഗത്താണെങ്കിൽ തന്നെ വെള്ളത്തിന് തെളിച്ചം കുറവായതും മറ്റു പല പ്രശ്നങ്ങളും. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രയാസം വരികയാണ്. അത് ആ പ്രയാസം അവരുടെ പ്രയാസത്തിനോടൊപ്പമല്ല, പക്ഷേ അത്രയും വലുതല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ചില ഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകും. അതാരെങ്കിലും മനഃപൂർവ്വമായിട്ട് പരാജയപ്പെടുത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഉദ്യോഗസ്ഥനും ഒരു സർക്കാർ സംവിധാനങ്ങളും ഒരു മന്ത്രിയും മോശം പേര് കേൾക്കാൻ വേണ്ടി ചെയ്യില്ലല്ലോ. സ്വാഭാവികമായിട്ടും വന്നു പോകുന്ന ചില പരിമിതികളാണ് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള ചില സംവിധാനങ്ങളുടെ പരിമിതി, ഉപകരണങ്ങളുടെ പരിമിതി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇത് നമുക്കൊരു പാഠമാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് 3 മാസം പോലും തികച്ചായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഭവമാണ് തരുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്താണെന്ന് കൃത്യമായിട്ട് വിലയിരുത്തി പഠിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടിയന്തരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മൾ അത്യാധുനികമായിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റി കുറെ കൂടി മുന്നൊരുക്കത്തോടുകൂടി ഈ പ്രദേശത്തുള്ള മനുഷ്യരുടെ ആശങ്ക പരിഹരിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള കണ്ണീർ പൊഴിക്കേണ്ട സാഹചര്യം മേലാൽ ഉണ്ടാകാത്ത രീതിയിലുള്ള അവരെ കൂടി ചേർത്ത് മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിക്കുന്ന നയപരിപാടിയുമായിട്ട് സർക്കാർ പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും ചേർത്ത് പിടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല തുടക്കത്തിൽ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയാണ്. രേഷ്മ നമ്മോടൊപ്പമുണ്ട്. നീണ്ടകരയിൽ നിന്നും കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മയാണ്. രേഷ്മയുടെ പ്രതികരണം, പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണ്. ഇന്നിപ്പോൾ മന്ത്രി CP ജോണിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാര്യങ്ങളിൽ ചർച്ച നടത്താൻ വേണ്ടി. കൂടുതൽ തിരച്ചിലേക്ക് കടക്കുന്നു. തിരച്ചിൽ പലപ്പോഴും നിർത്തിവെക്കേണ്ടി വന്നത് കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ടാണ് എന്നൊരു വിശദീകരണം നൽകുന്നുണ്ട്. സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളിലും നടപടികളിലും എന്താണ് തോന്നുന്നത്? ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഒരു മാറ്റം ഞാൻ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രതിഷേധിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഞാനത് മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ്, എനിക്ക് അത്രയും ഒരു പ്രതിഷേധം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇന്ന് ഊർജിതമായ ഒരു തിരച്ചിൽ ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലുള്ള സംവിധാനങ്ങളോടുകൂടി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. അങ്ങനെ തന്നെ നിലവിൽ നടന്നു പോകട്ടെ. ഇത് എനിക്കൊരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഈ തിരച്ചിലിനൊരു നിർത്തുണ്ടാവാതെ, അതായത് എൻ്റെ മോൻ്റെ ബോഡി കിട്ടുന്നത് വരെ ഈ അന്വേഷണം തുടരണം. എൻ്റെ മോൻ്റെ എന്നല്ല, നഷ്ടപ്പെട്ടു പോയ എല്ലാവരുടെയും ബോഡി കണ്ടെത്തുന്നത് വരെ ഈ തിരച്ചിൽ തുടരണമെന്ന് തന്നെയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഗവൺമെൻറ്റിനോട്. രേഷ്മ, ഈ ഒന്ന് തുടക്കം മുതലുള്ള കാര്യം പറയാമോ? മകനെ കാണാതായത് എത്ര മണിക്കൂറിലാണ് നിങ്ങൾ സർക്കാർ സംവിധാനങ്ങളെ ബന്ധപ്പെടുന്നത്? അവിടെ നിന്നും കിട്ടിയ മറുപടി എന്താണ്? ഇപ്പോൾ ഫിഷറീസ് മന്ത്രി നിങ്ങളെ ഒന്നും കാണാൻ എത്തിയിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോരായ്മയായി തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നു, പിന്നീട് വാർത്താക്കുറിപ്പ് കൈമാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രതികരണം, നിങ്ങളെ സമാശ്വസിപ്പിക്കുന്ന ഒരു പ്രതികരണമായി ഒന്ന് നമ്മളാരും കണ്ടില്ല. 31-ാം തീയതി രാവിലെ ഒരു 6:30 മണിയോടുകൂടിയാണ് നീണ്ടകര പുലിമുട്ട് ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതലായിട്ട് ചെയ്തു വന്നത് എൻ്റെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ്. ആ സമയത്ത് പോലീസ് ബോട്ട് മറ്റ് സംവിധാനങ്ങളൊന്നും അവിടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയോ എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് അപര്യാപ്തമാണ്. കാരണം എൻ്റെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ് എൻ്റെ വള്ളത്തിൽ കയറിയ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിയതും ഈ വള്ളം പോലും കണ്ടെടുത്തത് എന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ ആ സംഭവ സമയത്ത് സ്ഥലത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എൻ്റെ സഹോദരങ്ങളാണ് അതിന് മുന്നിട്ട് നിന്നതെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. സംവിധാനങ്ങളുടെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ആ സമയത്ത് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കത് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴും 31-ാം തീയതി തൊട്ട് നടക്കുന്ന തിരച്ചിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെട്ട തിരച്ചിൽ തന്നെയാണ്. അപ്പോൾ ഈ 6 ദിവസവും ഞാൻ കാത്തിരുന്ന് ഒരു റിസൾട്ട് ഉണ്ടാവാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നലെ അങ്ങനെ ഒരു സംഭവത്തിന് വഴിവെക്കേണ്ടി വന്നത്. പിന്നെ ഞാൻ ആവശ്യപ്പെട്ട ഡിമാൻഡുകൾ അവർ അംഗീകരിക്കുകയും തുടർന്ന് ഇന്നത്തേക്ക്, അതായത് 7-ാം തീയതി രാവിലെ 7 മണിക്ക് തുടങ്ങിയ തിരച്ചിലിൽ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം എൻ്റെ സഹോദരങ്ങളെയും കൂടെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിഷറീസ് ബോട്ടിൽ ഞാൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള 2 പേരെ വീതം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ്, സമഗ്രമായ ഒരു അന്വേഷണമാണ് നടക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി രേഷ്മ. മണിക്കെത്താം. ശ്രീ എച്ച്സലാം, CPM നേതാക്കളും CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ സന്ദർശിക്കും, അവരുടെ പ്രതികരണം ആരായുകയും ചെയ്തിരുന്നു.
എന്താണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്? ഇപ്പോൾ ഓഖി മാതൃകയിലുള്ളൊരു നഷ്ടപരിഹാരം എന്നൊക്കെയാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പക്ഷേ ഓഖിയുമായി ബന്ധപ്പെട്ട് അന്ന് നൽകിയ വാഗ്ദാനങ്ങളിൽ ഭൂരിപക്ഷവും നടപ്പാക്കിയിട്ടില്ല എന്നുള്ള കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ എത്സലാം, കേൾക്കാമോ? അങ്ങയുടെ മൈക്ക് ഓഫായി പോയിരിക്കുന്നു. ഹലോ, എനിക്ക് കേൾക്കാം. ഇപ്പൊ കേൾക്കാം. പറഞ്ഞോളൂ. എന്റെ ചോദ്യം കേട്ടെങ്കിൽ പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേട്ടു. ഒന്ന് നമ്മുടെ ഈ ചർച്ച ഒരു രാഷ്ട്രീയമായ തലത്തിലേക്ക് മാറ്റരുത് എന്നൊരു അഭ്യർത്ഥന ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. ഇതിനകത്ത് ഈ മരണപ്പെട്ട അല്ലെ കാണാതായ കുടുംബങ്ങളുടെ ബന്ധുക്കളുടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജോണിന്റെ മകൾ ജിജി ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ആമുഖമായിട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കുട്ടിയെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. കാരണം അച്ഛൻ നഷ്ടപ്പെട്ട് 8 ദിവസമായി വന്നിരുന്നിട്ട് ആ കുട്ടി ഒരു നാടിന്റെ മൊത്തം വികാരമാണ് പറയുന്നത്. തീരദേശ ജനങ്ങളുടെ ഒരു സ്ഥിതിയെ കുറിച്ചിട്ട് പറയുകയാണ്. ഈ നാളെ ഒരാൾക്കത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് പറയുന്നത്. ഇവിടെ ശ്രീമതി രേഷ്മ ഇവിടെ ഇരിപ്പുണ്ട്. വളരെ വേദനാജനകമായൊരു കുടുംബം. അച്ഛനും ഭർത്താവും നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ മകൻ നഷ്ടപ്പെട്ടു. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലായിട്ട് മാറ്റുന്നത് ഞാൻ പറയുന്നതിന്റെ കാര്യം. ഇന്ന് ആ രേഷ്മയ്ക്ക് അവിടെ ഒരു പ്രതികരിക്കേണ്ടതായിട്ട് വന്നു, സമരത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ഷിജിന്റെ ഭാര്യയും കുട്ടിയും മഴയത്ത് ആ കൊച്ചുകുട്ടികളായിട്ട് മഴ നനഞ്ഞ് റോഡിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു. അവിടെ രേഷ്മ തന്നെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ നേരത്തെയുള്ള വാർത്തകൾ ഒരു ഉദ്യോഗസ്ഥ ചോദിച്ചത് നിങ്ങൾ ഡിമാൻഡ് ചെയ്ത് ഇപ്പോഴെന്നാ എന്താണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ലൈബിലിറ്റി എന്ന് പറയുന്നത്? അത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. നിങ്ങൾ എപ്പോഴാണ് സ്മൃതിയും സാന്ദർഭികവശാൽ ചോദിച്ചു പോയതായിരിക്കാം. സ്മൃതി ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന്. മകൻ നഷ്ടപ്പെട്ടു പോയ അമ്മ ശ്രദ്ധയിൽപ്പെടുത്തണോ സ്മൃതി ഇത് തിരയാൻ? നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു എത്രമാത്രം നമ്മൾ താണുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണുന്നൊരു കാര്യം. ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഇത്തരം അപകടങ്ങൾ സംഭവിക്കും, സ്വാഭാവികമാണ്. ആ അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ള സംവിധാനം വെച്ചിട്ട് പരമാവധി വേഗതയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഒന്നിവിടെ ജോണിന്റെ മകൾ ജിജി കുറെ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. ഒന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്, റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന വാക്കിന്റെ ഒരു അർത്ഥം മാറ്റി വെച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരയാവുന്ന മട്ടിലേക്ക് നമ്മുടെ സിസ്റ്റം പരിമിതപ്പെടുന്നു. ഇവിടുത്തെ ഈ ചർച്ചയിലും പറഞ്ഞല്ലോ, തിരയാൻ പോയിട്ട് അതിന്റെ ഒരു പ്രായോഗികമായ വഴികൾ തേടുക എന്നുള്ളത് വിട്ടുകളഞ്ഞിരിക്കുന്നു. 18 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് പോയ ആളെ 4 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് മാത്രമായി തിരഞ്ഞിട്ട് അല്ലെങ്കിൽ തീരക്കടലിൽ മാത്രം തിരഞ്ഞിട്ട് തിരിച്ചു വരുന്നല്ലേ? പോയ ആളുകൾക്ക് വൊമിറ്റിംഗ് ഉണ്ടായപ്പോൾ തിരിച്ചു പോന്നു എന്ന് പറഞ്ഞില്ലേ? ഡീസൽ ഇല്ലാതെ മടങ്ങിപ്പോയി എന്ന് പോകുന്നു പറഞ്ഞില്ലേ? അവിടെയാണ് നമ്മുടെ സംവിധാനത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. അങ്ങനെ എത്ര നോട്ടിക്കൽ മൈൽ പോയാലും അത് 24 മണിക്കൂർ കഴിയുമ്പോൾ മരണപ്പെട്ട് മടങ്ങി തീരത്ത് വരേണ്ടതാണോ ഈ ഗവൺമെന്റ് നോക്കേണ്ടത്? അങ്ങനെയാണോ? നമുക്കുള്ള നേവി ഉൾപ്പെടെ സംവിധാനം, കോസ്റ്റ് ഗാർഡ് സംവിധാനമുണ്ട്, നേവിയുടെ സംവിധാനമുണ്ട്, സ്കൂബ ഗവൺമെന്റിന്റെ കൈവശം സ്കൂബ ടീം ഇല്ലെങ്കിലും നാട്ടിൽ സ്കൂബ ടീമുണ്ട്. അത് കടലിന്റെ സ്വഭാവം നോക്കി ഇറക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എല്ലാ സാധ്യതകളും, അവർ നഷ്ടപ്പെട്ടു പോയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഒന്ന് തെരഞ്ഞ് കണ്ടുപിടിക്കാൻ നോക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തുണ്ടായില്ല എന്നതാണ് അവരുടെ പരാതി. അതാണ് ആ കുടുംബങ്ങൾ അതിശക്തമായി അവർക്കൊരുപക്ഷെ അവരുടെ ഇന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ പറയുന്നു. ആ മാനസികാവസ്ഥ നിന്നുകൊണ്ട് അവർ ഇത്രമാത്രം പറയണമെങ്കിൽ എത്ര വേദനയും പ്രയാസവും ആ കുടുംബങ്ങൾ അനുഭവിച്ചിട്ടാണ്. അവിടെയാണ് നമ്മുടെ മന്ത്രിമാരുടെ നിരുത്തരവാദിത്വം നമ്മൾ കാണേണ്ടത്. ഇവിടെ ഈ കുടുംബങ്ങൾ അവർ പറഞ്ഞില്ലേ, ഫോണിൽ വിളിക്കുക പോലും ചെയ്തില്ല. ഫിഷറീസ് വകുപ്പ് മന്ത്രി ആ കടപ്പുറത്തേക്കൊന്നും ചെന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇന്നാണ് ഒരു കുടുംബത്തെ വിളിക്കുന്നത്. ഇന്നാണ് ഈ കുടുംബത്തിലെ ഉറ്റ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ തെരുവിലിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച് ഒരു സമരത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ CP ജോൺ ചെന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്,
ഈ ജില്ലയിലൊക്കെ മന്ത്രിമാരില്ലേ, അവരൊന്ന് പോയി നിന്നിട്ട് ഇത് അപകടം സംഭവിക്കാം, ഏത് കാലത്തും സംഭവിക്കാം. പക്ഷെ ആ കുടുംബത്തിനൊപ്പം പോയി കടപ്പുറത്ത് പോയി നിന്ന് ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും പോയി നിന്ന് അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. ഞാൻ പ്രതികരിച്ചത് അമ്പലപ്പുഴയിൽ 21 കിലോമീറ്റർ കടപ്പുറം ഉള്ളതാണ്. ഇവിടെയും ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ 3 പേരല്ല കേട്ടോ, അത് ഞാൻ സ്മൃതി ഒരു തിരുത്തുണ്ട് അക്കാര്യത്തില്. 2 ആഴ്ചക്കുള്ളിൽ ആലപ്പുഴ കാട്ടൂരിലെ പുഷ്പാഗതൻ കടലിൽ പോയിട്ട് കിട്ടിയിട്ടില്ല. പുഷ്പാഗതൻ കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതി അമ്പലപ്പുഴയിലെ പുറക്കാട് 16 വയസ്സുള്ള സൂര്യദേവ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ അംഗമാണ്, കടലിൽ പോയി കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്രയും ദിവസങ്ങൾ ഉള്ളെടുത്താൽ ഈ 3, 2, 5 പേരാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 2 മുഖ്യമന്ത്രി തീരദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു വർത്തമാനം നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ആ തീരദേശ ജനതയ്ക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? കടൽപ്പുറത്തേക്ക് പോയാൽ അറിയാലോ എന്നാണ്. അതാണ് ആ ജിജി ചോദിച്ചത്. പക്ഷെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി പ്രതികരിക്കരുത് എന്ന് പറയുമ്പോഴും അങ്ങ് രാഷ്ട്രീയം പറയുന്നുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണമല്ലോ, അതിൽ തെറ്റുമില്ല. ഞാൻ നേരത്തെ നിങ്ങൾ ഇപ്പോഴാണ് പരാതിപ്പെട്ടത് എന്ന രൂപത്തിൽ ചോദിച്ചല്ല കേട്ടോ. വീട്ടിൽ നിന്നും ഒരാൾ ഉപജീവനത്തിന് കടലിലേക്ക് പോയ ഒരാൾ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള കാര്യം സർക്കാർ സംവിധാനത്തെ അറിയിക്കുന്നു. തിരിച്ചെത്തിയിട്ടില്ല എന്ന് അറിയിക്കുമ്പോൾ അതിൽ എപ്പോൾ മുതൽ അവർ ഉണർന്ന് പ്രവർത്തിച്ചു എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്, അതല്ലാതെ മറ്റൊരർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, സർക്കാർ സംവിധാനങ്ങൾ പല കാലങ്ങളായി കാലാകാലങ്ങളായി മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധങ്ങളോട് അവരുടെ വൈകാരിക പ്രതികരണങ്ങളോട് എടുത്ത സമീപനം നമ്മുടെ മുന്നിലുണ്ട് ശ്രീ എച്ചലാം. അത് ശരിയായ സമീപനങ്ങളല്ല, അത് കാലാകാലങ്ങളായി തുടരുന്നുണ്ട്. ഇന്നത്തെ ഫിഷറീസ് മന്ത്രി അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് പോയ ഒരാൾ തിരിച്ചെത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ മകൻ തിരിച്ചെത്തിയില്ല എന്ന കാര്യത്തിൽ അങ്ങ് പറഞ്ഞ അർത്ഥത്തിലേ അല്ല ഞാൻ ചോദിച്ചത്. പോട്ടെ, അത് രേഷ്മിക്കും അങ്ങനെ തോന്നിയിട്ടു. ശരി, അത് വിട്ടേക്കൂ. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സർക്കാർ സംവിധാനങ്ങൾ പെട്ടെന്നൊരു നിമിഷത്തിൽ സർക്കാർ സംവിധാനങ്ങൾ അങ്ങ് മോശമായി പെരുമാറുന്നതല്ല, അത് കാലാകാലമായി തുടരുന്നുണ്ട് ശ്രീ എച്ചലാം. അതിനെ തിരുത്തേണ്ടതാണ്, എല്ലാവരും ചേർന്ന് തിരുത്തേണ്ടതാണ്. പ്രതിപക്ഷത്തിനും അതിൽ പ്രധാനപ്പെട്ട കടമയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങ് പറയേണ്ടത് പറഞ്ഞു തന്നെ പോകണം, പറയേണ്ടത് പറഞ്ഞു തന്നെ പോകണം. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് വന്ന പിഴവുകൾ കൂടി സമ്മതിച്ചുകൊണ്ടാകണം അത്. സ്മൃതി, ഞാൻ പറഞ്ഞത് പറഞ്ഞോളൂ. ഞാനിത് പറഞ്ഞു സ്മൃതി, ഞാൻ പറയുന്നത് ഇത് LDF UDF അല്ല ഈ പ്രശ്നം. നിങ്ങൾ അങ്ങനെ കാണാതെ, ഞാൻ അതുകൊണ്ട് ആമുഖമായിട്ട് പറഞ്ഞു ഈ ഒരു ചർച്ചയിൽ ഇത്തരം ഇത് കുത്തി കയറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആ വേദനിക്കുന്ന കുടുംബങ്ങളെ വേദനിക്കുന്ന കുടുംബങ്ങളെ കുത്തിനോവിക്കുന്ന വർത്തമാനങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കലി പറയുന്നതല്ല. ഞാൻ അങ്ങനെ അവിടേക്ക് പോയോ? ഞാൻ ഈ വിഷയത്തിന്റെ വൈകാരികതയും എല്ലാം അദ്ദേഹം പറഞ്ഞത് ശരി, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അദ്ദേഹം സംസാരിച്ചത് കടപ്പുറത്തേക്ക് പോയാലുള്ള കാര്യം അറിയാലോ എന്ന് പറഞ്ഞ പാടുണ്ടോ? ശ്രീ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരൻ അദ്ദേഹം പറഞ്ഞതാണ്. സ്മൃതി, എനിക്കിത് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സ്മൃതി ഞാൻ പറഞ്ഞില്ല 21 കിലോമീറ്റർ കടലുണ്ട് ഞാൻ നേരത്തെ പ്രതികരിച്ച എന്റെ മണ്ഡലത്തില്. കടലിൽ പോയ അച്ഛനെ നോക്കി, ആ തീരത്തെ കടപ്പുറത്തേക്ക് നോക്കി ഇങ്ങനെ മണ്ണിൽ രാവും പകലും മഴ നനഞ്ഞിരിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള മനസ്സുള്ളവർ അവരുടെ മുന്നിലേക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല. ശ്രീ K. മുരളീധരൻ ചോദിച്ചെന്താണ്? കടലിൽ പോയ ദിവസങ്ങൾ എടുക്കുമെന്നാണ്. എത്ര നിസ്സാരമായിട്ട് പറയുന്നു. ഇതല്ലേ ഇത് ശരിയാമണ ഒരു അന്വേഷണം നടത്താൻ ഉത്തരവാദിത്വം കാണിക്കേണ്ടവരല്ലേ തീർച്ചയായിട്ടും ഫിഷറീസ് വകുപ്പ് മന്ത്രി. എന്ത് ഞാൻ പറയും, ഇപ്പൊ ഒരു 3 പേർ നഷ്ടപ്പെട്ട കുടുംബം, ആ കുടുംബത്തിൽ ഒന്ന് പോകണ്ടേ? ഈ പറയപ്പെട്ട 3 കുടുംബത്തിലല്ല 5 കുടുംബത്തിൽ ഒന്ന് ചെല്ലണ്ടേ? അവിടെ ഒന്ന് ചെന്നിട്ട് അവരോടൊന്ന് ആശ്വസിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യം ചെയ്യാൻ ഞാനിത് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇത് പോയി കഴിഞ്ഞാൽ ഈ ഒഫീഷ്യലായ ബോട്ട് വരും മുമ്പ് നാട്ടിലെ കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളി വള്ളം ഞങ്ങൾ ഇറക്കും. അവിടെ ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാർ വരും, മത്സ്യബന്ധന ഉദ്യോഗസ്ഥന്മാർ വരും. അവർ മണ്ണെണ്ണ കൊണ്ടുതരും. ആ മണ്ണെണ്ണ അടിച്ചിട്ട് വള്ളം കടപ്പുറത്ത് കടലിലേക്ക് ഇറക്കും. അങ്ങനെ ഔദ്യോഗിക ബോട്ട് ദൂരെ കൊച്ചിയിലോ കൊല്ലത്തോ ആണെങ്കിൽ ആ ബോട്ട് ഓടി വരും മുമ്പ് തന്നെ നാട്ടിലെ ബോട്ടുകൾ അവിടെ ഇറക്കി തരയും. ഇവിടെ ഇപ്പൊ പറഞ്ഞ ഡീസൽ ഇല്ലാത്തതുകൊണ്ട് ബോട്ട് മടങ്ങി വന്നു എന്ന് പറഞ്ഞില്ലേ? ഇതൊരു പിടിപ്പുകേടിന്റെയും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ തകരാറായി സംഭവിക്കുന്ന പ്രശ്നമാണിത്. പിടിപ്പുകേടാണോ, ഇങ്ങനെ മതി എന്ന തോന്നലുള്ളവരാണോ ഈ തിരച്ചിലിന് പുറപ്പെട്ടത് എന്ന ചോദ്യം കൂടിയുണ്ട്. ശ്രീ ചാൾസ് ജോർജ്
സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവാണല്ലോ. എത്ര കാലമായി അങ്ങ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു? ഓരോ കാലത്തും ഓരോ പ്രശ്നങ്ങളാണ്. ചില സമയത്ത് വറുതിക്കാലമാണ്, ചില സമയത്ത് അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പോയ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചെത്തിയിട്ടില്ല എന്ന വിഷയമാണ്. ഇന്നിപ്പോൾ ഷിജിന്റെ ഭാര്യ പെരുമഴയത്ത് 2 കുഞ്ഞുങ്ങളുമായി നടു റോട്ടിൽ കുത്തിയിരുന്ന് നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടല്ലോ. ആ സമയത്ത് ആ കുഞ്ഞുങ്ങൾക്കൊരു കുട വെച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ തന്നെ ഒന്ന് ശ്രമിച്ചു. അവർ ആ കുട തട്ടിക്കളഞ്ഞു. മഴ നനയട്ടെ, ഈ മഴ നനയുന്നത് കാണാതായ അച്ഛൻ തിരിച്ചു വരുന്നതിനുള്ള മറുപടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് അമ്മ പറയുന്നത്. അവിടെ കോസ്റ്റൽ പോലീസ് വട്ടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? അവരെ ഒന്ന് ഇവിടുന്ന് എഴുന്നേൽപ്പിക്കണ്ടേ? ഈ മഴ നനയാതെ ഇവരോട് മാറി നിൽക്കാൻ പറയണ്ടേ? പരിശോധിക്കാം, തിരച്ചിൽ നടത്താമെന്ന് പറയണ്ടേ? അപ്പോൾ അതും ആ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാതെ നിൽക്കുന്ന കോസ്റ്റൽ പോലീസിനെയാണ് കണ്ടത്. പിന്നീട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തിയ ശേഷം അദ്ദേഹം പറയുന്നു, ഒരു ഫാദർ വരാൻ പോകുന്നു, ഫാദർ അവരെ അനുനയിപ്പിക്കും, അതിനുശേഷം കാര്യങ്ങളിലേക്ക് പോകുന്നു. അതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇങ്ങനെ നിർവികാരമായി നിൽക്കുന്ന ഒരു സംവിധാനമാണോ കോസ്റ്റൽ പോലീസായിട്ട് വേണ്ടത്, ശ്രീ ചാൾസ് ജോർജ്? നിങ്ങൾ പറഞ്ഞല്ലോ കടലിൽ കെടുകാര്യസ്ഥത കാണിക്കേണ്ടത്. കടലിലല്ല കെടുകാര്യസ്ഥത പ്രതി, കരയിലാണ് കെടുകാര്യസ്ഥത. ഇത് ആദ്യത്തെ അനുഭവമല്ല നമ്മുടേത്. ഇപ്പോൾ മുതലപ്പുഴയിൽ കാലാവസ്ഥ മോശമാണ്. കാലാവസ്ഥ മോശമല്ലാത്ത സമയത്ത് 82 മനുഷ്യജീവിതങ്ങൾ പൊരിഞ്ഞിരിക്കണം അവിടെ. അതിനാരുത്തരം പറയും? ഒന്ന്, ഇക്കാര്യത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. ഒന്ന്, കേരളം മാറിയിരിക്കുകയാണ്. അതാണ് ആദ്യത്തെ വിഷയം. അതായത് 2017 ഓഖി സംഭവിച്ചു. ഓഖിയിൽ കൊച്ചിയിൽ നിന്ന് പോയ 6 ബോട്ടുകൾ മുങ്ങിപ്പോയി. 67 മനുഷ്യരതിനകത്ത് മുങ്ങിക്കിടക്കുന്ന കടലിൽ ഇപ്പോഴും ഒറ്റ ബോഡി കിട്ടിയിട്ടില്ല. ആർക്കും ഉത്തരവാദിത്വം? പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളോട് പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ രക്ഷിക്കും, തിരിച്ചു കൊണ്ടിരുന്നു. ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. 8 വർഷം മുമ്പ് വലിയ പ്രളയം വന്നില്ലേ? അന്ന് 660 വഞ്ചികളിൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് പോയി 65,000 മനുഷ്യരെ സംരക്ഷിച്ചു. അങ്ങനെ ആ പേര് വന്നത് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന പേര് ഞങ്ങൾക്ക് വന്നത്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. പക്ഷേ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒന്ന്, നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന മാറ്റം. ഓക്കിക്ക് ശേഷം ഗജ, ക്യാർ, വായു, നിസർഗ, ഉംഫൻ, ടൗട്ടെ, ഒന്നിനു പുറകെ ഒന്നായി കാലാവസ്ഥയിലെ മാറ്റം കേരളത്തിൽ വന്നിരിക്കുകയാണ്. കൊടുങ്കാറ്റുകൾ വരികയാണ്. ഇത് 3 രീതി നമ്മളെ ബാധിക്കും. ഒന്ന്, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ മറിഞ്ഞു പോകുന്നു, മരണപ്പെടുന്നു. 2, തീരത്തേക്ക് കടൽ കയറി വരുന്നു. 3, മത്സ്യമില്ലാതെയാകുന്നു. നോക്കൂ, അടുത്ത സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഒരു മീൻ നമുക്ക് കിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. അടുത്ത പുതിയ രൂപത്തിലുള്ള സൂപ്പറായിട്ടുള്ള കാലാവസ്ഥ മാറ്റം വരാൻ പോവുകയാണ്. എവിടെ പോയി ജീവിക്കും? ഈ കാലാവസ്ഥ. രണ്ടാമത്തെ വിഷയം കേരളത്തിൻ്റെ സംവിധാനം. ഇത് ഇപ്പോൾ കൊച്ചിയിൽ നല്ല മഴയാണെങ്കിൽ തിരുവനന്തപുരത്ത് അടുത്ത മഴയായിരിക്കും. ഈ ക്ലൈമറ്റ് പ്രവചനം അത് കൃത്യമാക്കിയേ പറ്റൂ. അതായത് അത് ചുരുങ്ങിയ പക്ഷം സോണൽ അടിസ്ഥാനത്തിൽ മാറ്റിയേ പറ്റൂ. ലോകം മുഴുവൻ മാറിപ്പോയില്ലേ? കാലാവസ്ഥ നിരീക്ഷണത്തിലൊക്കെ വലിയ മാറ്റം വന്നു. ആ മാറ്റം നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. 2, 3, നമ്മുടെ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം വരും. കാരണം എന്തിനാണ് കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, മറ്റേ കോസ്റ്റ് ഗാർഡ്, നേവി, ഇവർക്കൊക്കെ ഒരുപാട് ഉപകരണങ്ങളുണ്ടല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി വിനോദയാത്രയ്ക്ക് പോകുന്ന, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗൂഢാന്വേഷണത്തിന് പോകുന്ന ഹെലികോപ്റ്റർ എന്ത് വെച്ചിരിക്കണം അവിടെ? തിരുവനന്തപുരത്തിലിരിക്കുന്നത് 80 ലക്ഷം നമ്മൾ കൊടുക്കുന്നില്ലേ? എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ അതൊക്കെ നമ്മുടെ സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ഞാൻ പറയാൻ പോകുന്നത് ഈ സംവിധാനങ്ങളൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കോസ്റ്റൽ പോലീസിൻ്റെ കാര്യം പറയട്ടെ. കഴിഞ്ഞ 2 ആഴ്ചമാണ് കൊച്ചിയിൽ 2 പേര് മരിച്ചത്. എവിടെയാണ്? പുതുവൈപ്പിൽ 2 പേര് മരിച്ചു, മുങ്ങി മരിച്ചു. നല്ല കഴിവുള്ള തൊഴിലാളികളാണ്. അവർ LNGയുടെ മതിൽ തട്ടിയാണ് മരിച്ചത്. അവർ രക്ഷിക്കാൻ ആരും മത്സരാളി രക്ഷ. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഒന്ന്. രണ്ടാമത്തെ വിഷയം, എന്താണ് കോസ്റ്റൽ പോലീസിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ, ഈ മത്സരാളി മീൻ പിടിക്കും, ആ വല മുഴുവൻ എടുത്തുകൊണ്ട് പോകും. ഞങ്ങൾ സ്റ്റേഷനിൽ വല മത്സരാക്കിൽ വിട്ടിട്ടുണ്ടാവും. പോലീസുകാരൻ തന്നെ അഴിമതി നടത്തുന്നതൊക്കെ അഴിമതി കസ്മാപത്താണ്. ഞാൻ മന്ത്രിക്ക് കഴിഞ്ഞ ആഴ്ച പരാതി അയച്ചിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച വിളിക്കാമെന്ന്. 2 മാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം വിശ്വാസത്തിലെടുക്കേണ്ടത്, ഞങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ അങ്ങനെ ജനവിരുദ്ധമായ നയങ്ങളോട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ കാലത്ത് ഞങ്ങളുമായി ചർച്ച ചെയ്ത് കൃത്യമായ പരിഹാരം ഉണ്ടാക്കണം. അതിന് പകരം സർക്കാർ പഴയ മട്ടിൽ പോയാൽ പറ്റില്ല. പഴയ കാലമല്ല ഇത്, പഴയ മറ്റുള്ള മത്സരാളികളുമല്ല. ഈ ജോണിൻ്റെ മകൾ വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടില്ല നമ്മളോട്. ആ ഉത്തരവാണ് നമ്മൾ തേടേണ്ടത്. നമ്മുടെ കാര്യക്ഷമതയെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. ആ കാര്യക്ഷമത ഇല്ലായ്മയാണ് ഞങ്ങൾക്ക് പ്രതിഷേധവും. തീർച്ചയായും ജോണിന്റെ മകനുമുണ്ട് നമ്മോടൊപ്പം ചർച്ചയിൽ. അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. ജിനിൻ ജോൺ, നേരത്തെ ജിജി കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ CP ജോൺ നടത്തിയിരിക്കുന്ന ചർച്ച
കുടുംബങ്ങളുമായി നടത്തുന്ന ചർച്ച, അതിനുശേഷം ഇപ്പോൾ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളുമായി ചേർന്ന് നടത്താനിരിക്കുന്ന തിരച്ചിൽ എന്നുള്ള പ്രഖ്യാപനം, എങ്ങനെയാണ് അതിനെ കാണുന്നത്? തിരച്ചിലിന് പോകുന്നില്ല എന്ന പരാതിയല്ലല്ലോ, തിരച്ചിൽ നടക്കുന്നു, പക്ഷെ അത് കാര്യക്ഷമമല്ല എന്നാണല്ലോ നിങ്ങൾ ഉയർത്തുന്ന പരാതി. ജിനി, എനിക്കിവിടെ പറയാനുള്ളത്, അതായത് ഈ തിരച്ചിൽ എന്തുകൊണ്ട് നേരത്തെ നടത്തുന്നില്ല? അതായത് തുടക്കം മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു തിരച്ചിലിന് വേണ്ടി തയ്യാറാകുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഈ തിരച്ചിൽ നിങ്ങൾ ആദ്യമേ നടത്തുന്നില്ല? ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. എൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ മത്സ്യം പിടിക്കുന്ന ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഏത് സർക്കാർ വന്നാലും ഞങ്ങൾ കാലാകാലമായി അനുഭവിക്കുന്ന ഒരു നിഗ്ലജൻസ് ആണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിവിടെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഹാർബറിൻ്റെ ഉദ്ദേശം എന്താണ്? ഹാർബറിൻ്റെ ഉദ്ദേശം സുഗമമായി മത്സ്യം പിടിക്കുക എന്നുള്ളതാണ്. ഈ സുഗമമായി മത്സ്യം പിടിക്കേണ്ട ഹാർബറിൽ, മുതലപ്പൊഴി ഹാർബറിൽ ഇപ്പോൾ മരണം 80-ലേറെ ആയിരിക്കുകയാണ്. അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ശരിയല്ല. ഒരു പാലം തെറ്റായ രീതിയിൽ പണികഴിപ്പിച്ച് അവിടെ മരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആരെടുക്കും? അതിൻ്റെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എടുക്കും. പക്ഷേ ഈ മുതലപ്പൊഴി കൺസ്ട്രക്ട് ചെയ്ത ഇത് സയൻറ്റിഫിക്കലി കറക്റ്റ് ആണോ? ആദ്യമേ തന്നെ അതൊരു വലിയ വീഴ്ചയായിരുന്നു. ഒരു പൊഴിയെ കൃത്രിമമായി നമ്മൾ കടലിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. അത് ആ പൊഴി കടലിൽ ചേരുന്നതല്ല, കൃത്രിമമായി നമ്മൾ കടലിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. രണ്ടും എതിർദിശയിലൂടെ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു വലിയ ഫ്രിക്ഷൻ ഉണ്ടാവുകയാണ്. ഈ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ കുഴി ഉണ്ടാകുന്നു. ഈ കുഴിയിലൂടെ കപ്പൽ കടന്നു ചെല്ലുമ്പോൾ വീണ്ടും വരുന്ന തിരക്ക് അത് കമരും. ഇത് പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്നീട് അതിൻ്റെ കൺസ്ട്രക്ഷൻ മാറ്റി, എന്നിട്ട് അതിൻ്റെ മൗത്ത് മറ്റേ സൈഡാക്കി. ഇനിയും അവിടെ മരണം നടക്കുകയാണ്. വിച്ച് മീൻസ് അവിടെ സയൻറ്റിഫിക്കലി എന്തോ ഇറർ ഉണ്ട്. നിങ്ങളുടെ സയൻറ്റിഫിക് മൂല്യങ്ങൾ മാത്രം നിങ്ങൾ വില കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇൻഡിജിനസ് സയൻസിന് നിങ്ങൾ വില കൊടുക്കുന്നില്ല? കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ അറിവും കൂടെ ചോദിച്ചുകൊണ്ട് നിങ്ങളൊരു കൺസ്ട്രക്ഷന് വിധേയമാകുന്നില്ല. നമുക്ക് പരീക്ഷണം ചെയ്ത് നോക്കേണ്ടതാണോ മനുഷ്യജീവനുകൾ? ഇപ്പോൾ 80-ലേറെ മരണങ്ങൾ മുതലപ്പൊഴിയിൽ നടന്നിരിക്കുന്നു. ഇനി പറയാനുള്ളത്, 2017 ഓക്കി വന്ന് ഇനി ഇത്ര വർഷം കഴിഞ്ഞ് ഇന്ന് 2026 എന്ത് SOP ആണ് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? എന്ത് SOP ആണ് നമ്മുടെ തീരത്തെ അല്ല കടലിലെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? ഇതുവരെ അങ്ങനെ ഒരു SOP ഇല്ല. ഇതാണോ നമ്മൾ മുൻകരുതൽ എടുക്കുന്നത്? ഇത് ഒരു സർക്കാരിനെ ഞാൻ പറയുന്നില്ല, ഇത് കോസ്റ്റൽ കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ഞങ്ങളുടെ ജീവന് വിലയില്ലേ? ഞങ്ങളുടെ ജീവന് വില ഉണ്ടായിരുന്നെങ്കിൽ അവനെ കരുതുന്ന ആൾക്കാർ വേണ്ടേ? അവനെ കരുതുന്നവർ അവന് വേണ്ടിയിട്ടുള്ള സുരക്ഷകൾ നേരത്തെ തന്നെ മുൻകൂട്ടി ദീർഘവീക്ഷണത്തോട് മുൻകൂട്ടി ചെയ്യണ്ടേ? കടലിൽ പണിക്ക് പോകുമ്പോൾ വീട്ടിൽ അമ്മമാരും കുഞ്ഞുങ്ങളും ഭയന്ന് വിറച്ചാണ് ഇരിക്കുന്നത്. നാളെ അപ്പൻ തിരിച്ചു വരുമോ എന്നൊരു എണ്ണലോടെ. എന്തുകൊണ്ട് ഇന്ന് വരെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ പ്രാബല്യത്തിൽ വരുന്നില്ല? അങ്ങനെ 2-way കമ്മ്യൂണിക്കേഷൻ, കടലിലുള്ളവർക്കും കരയിലുള്ളവർക്കും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയുള്ളവർക്ക് ഈ അപകടത്തിന് മുന്നറിയിപ്പ് നൽകാൻ പറ്റുമായിരുന്നല്ലോ. നിങ്ങൾ പറയും റെഡ് അലേർട്ട് തരുന്നുണ്ടല്ലോ, അത് തരുന്നുണ്ടല്ലോ എന്ന്. ഇന്നലെ 40 കിലോമീറ്ററിലധികം കാറ്റ് വീശുമെന്ന് പറഞ്ഞു. ഇന്നലെ എത്ര മീറ്ററിലാണ് കാറ്റ് വീശിയത്? ഇങ്ങനെ കൃത്യമില്ലാത്ത വെതർ ഫോർകാസ്റ്റിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾ തരുമ്പോൾ മത്സ്യത്തൊഴിലാളി അവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി കടലിൽ ഇറങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ കടലിൽ ഇറങ്ങുമ്പോൾ അവന് കിട്ടുന്ന ആ തുച്ഛമായ ആ ഒരു ഇത് ചിലപ്പോൾ അവനൊന്നും കിട്ടില്ലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷെ ആരുടെയും മുന്നിൽ കൈനീട്ടുന്നില്ല അവൻ. ഈവൻ ഫിഷറീസ് ഓഫീസിൽ പോലും ഞങ്ങൾ നേരിടുന്ന അവഗണനയുണ്ട്. ഫിഷറീസ് ഓഫീസിൽ മത്സ്യബെട്ടിൽ പോകുമ്പോൾ മഞ്ഞത്തുണ്ടെടുക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും പാസ്ബുക്കിൻ്റെ കോപ്പിയും തുടർച്ചയായി ആവർത്തിനെ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അവിടെ പോലും ഒരു ഓൺലൈൻ സംവിധാനം പോലും ഇല്ല. ഇന്ന് 2026 ജീവിക്കുന്നു. ഒരു തീരദേശം മുഴുവൻ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് ISRO പോലുള്ള വലിയൊരു സംഭാവന അവിടെ ഇരിക്കുന്നത്. പക്ഷേ ആ തീരത്തിന് എന്ത് സംഭാവനയാണ് ടെക്നോളജി ഇങ്ങോട്ട് തന്നത്?
ഞങ്ങളുടെ ജീവന് വിലയില്ലേ? അത് തന്നെയാണ് എനിക്ക് ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. ഉറപ്പായിട്ടും കോസ്റ്റൽ ഏരിയയിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു അവരുടെ ഇൻഡിജിനസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കൂടിയാലോചന നടത്തി കൃത്യമായ ഒരു നിർമ്മാണം മാത്രമേ കടലിൽ നടത്താവൂ. നിങ്ങളുടെ ഇഷ്ടത്തിനല്ല നടത്തേണ്ടത്. ഉറപ്പായിട്ടും മുതലപ്പൊഴിയിൽ മരണപ്പെട്ട ഓരോ ജീവനും അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരം പറയണം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ജോണിന്റെ മകൻ ജിനിൻ ജോൺ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജിൻഡോ, ഇതിനോട് പ്രതികരിക്കാം. ഇത് ഒരു സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്ന പ്രതികരണമല്ല, മറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യാതെ പോയത് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവരോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവരോടല്ലേ ചോദിക്കേണ്ടത് ആദ്യം തന്നെ? തീർച്ചയായിട്ടും സ്മൃതി, ഞാൻ 100% യോജിക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ജിനിൻ പറഞ്ഞ വാക്കുകളോട് 100% യോജിക്കുകയാണ്. നമ്മുടെ ഒരു വലിയ പരാജയമാണ്, അത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ എല്ലാ നേട്ടങ്ങളും അത് മറ്റാർക്കോ വേണ്ടിയിട്ടാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഈ നാട്ടിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇത്തരം അറിവുകളുള്ള ആളുകളെ കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ എന്നുള്ളതിൻ്റെ പാഠമാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ മരണ വാർത്തകളും. എനിക്ക് മുമ്പ് സംസാരിച്ച ജിന്നിനോട് ഒരു തരത്തിലും ഒരു വാക്ക് കൊണ്ടുപോലും വിയോജിക്കാനില്ല, 100% യോജിക്കുന്നു. പക്ഷേ എനിക്കിതിൽ പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച എച്ച് സലാം രാഷ്ട്രീയം പറയുന്നില്ലെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞെങ്കിലും അദ്ദേഹം മറ്റൊരു രീതിയിൽ ഇപ്പോഴത്തെ സർക്കാരിനെ കുറ്റം ചാരുന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതേ രീതിയിൽ തന്നെ പറയുന്നില്ല, പക്ഷെ 1-2 കാര്യം ഓർമ്മപ്പെടുത്തണമെന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവിടെ മാത്രം മരണപ്പെട്ടത് 469 മനുഷ്യരാണ്. 160 മനുഷ്യരെ കാണാതായിട്ടുണ്ട്. നമുക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ 2.5 മാസമായ സർക്കാരിനാണ് എന്ന് പറഞ്ഞു വെക്കരുത്. അതൊരു കുഴപ്പമുണ്ട്. ഒരു വർഷത്തിന് ശേഷവും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ 100% ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് UDF സർക്കാർ, VD സതീശൻ സർക്കാർ. പക്ഷേ ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങളുടെ അപര്യാപ്തത, അതിന് ഒരു തരത്തിലും ഉത്തരവാദിത്തം UDF സർക്കാരിനല്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം, 6 കോടി രൂപ മുടക്കി 3 ബോട്ടുകൾ വാങ്ങിയിട്ട് അത് നേരാമണ്ണം പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാങ്ങിയതാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഊരാളുങ്കലിന് 80 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ആ റിപ്പോർട്ട് ഇനി എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല. ആ പണം എങ്ങോട്ട് പോയെന്ന് നമുക്കറിയില്ല. ഇതുവരെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഇനി ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിച്ച് നടപടിയെടുക്കാൻ പ്രാപ്തമായ ഒരു സർക്കാരുണ്ട്. പക്ഷെ നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചയ്ക്ക് അതിന് ആരോട് മറുപടി പറയും? ആ സങ്കടത്തിന് എന്ത് പരിഹാരം കാണുമെന്നുള്ള ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ MSCയുടെ ഷിപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നർ ഷിപ്പ് അപകടത്തിൽപ്പെട്ട് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടന്ന് മത്സ്യത്തൊഴിലാളികളുടെ വള്ളവും വലയും ഒക്കെ അപകടത്തിൽപ്പെട്ടു. എന്ത് നഷ്ടപരിഹാരം, എന്ത് രീതിയിലുള്ള ആശ്വാസ നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. മുതലപ്പുഴയിലെ നിരന്തരമായ മരണത്തെ തുടർന്ന് ഇപ്പൊ ഈ ചർച്ചയിലിരിക്കുന്ന ഫാദർ യൂജിൻ പെരേര അടക്കമുള്ള ആളുകൾ സമരം ചെയ്തപ്പോൾ അവരെ തീവ്രവാദി എന്ന് വിളിച്ച് അവരെ അതിക്രൂരമായി മർദ്ദിച്ച് കേസിൽ പ്രതിയാക്കിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ആവർത്തിക്കുന്നത് മുമ്പിരുന്ന സർക്കാർ മൊത്തം ചെയ്ത് തെറ്റാണ് എന്ന് പറയാനല്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് 2.5 മാസമായിട്ടുള്ള ഒരു സർക്കാരിനെ നെഗറ്റീവായിട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻ MLA എച്ച് സലാമിനെ പോലുള്ള ആളുകൾ സംസാരിക്കുന്നത്. അങ്ങനെ പാടില്ല. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പരിഹാരത്തെ കുറിച്ചിട്ട് സംസാരിക്കൂ. നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് 10 വർഷം ഭരിച്ച സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്ന ആളുകൾക്ക് എന്താണ് ഞങ്ങൾ നടത്തേണ്ട നയപരമായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള മാറ്റം എന്നുള്ള നിർദ്ദേശം കൂടി പറഞ്ഞാൽ എച്ച് സലാം പറയുന്നതിനോട് ഞാൻ യോജിക്കാം. ശരി, എന്താണ് നിർദ്ദേശങ്ങൾ? നിർദ്ദേശങ്ങളുടെ ഒരു കുറവുമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ കൃത്യമായി അവർക്കെന്താണ് വേണ്ടതെന്ന് പറയാനറിയാം. അവരത് കൃത്യമായി പറയുന്നുണ്ട്. അവരോട് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അല്പസമയം കൂടിയുള്ളൂ, നമ്മുടെ സമയം കഴിയുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടി ശ്രീ ചാൾസ് ജോർജിലേക്ക് പോകുന്നു. ശ്രീ ചാൾസ് ജോർജ്, രാഷ്ട്രീയ ചർച്ച എന്നതിലപ്പുറം ഇതിൽ അടിയന്തരമായിട്ട് വരാം. അദ്ദേഹം പോയിരിക്കുന്നു. ശരി, പറഞ്ഞോളൂ ശ്രീ എച്ച് സലാം. അടിയന്തരമായി ഇപ്പോൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം. പറഞ്ഞോളൂ. പ്രിയപ്പെട്ട ജോണിൻ്റെ മകൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ആ കാര്യത്തിൽ മുതലപ്പുഴയിലെ പ്രത്യേകമായൊരു സാഹചര്യം നമ്മൾ വളരെയേറെ നേരത്തെ ചർച്ച നടത്തിയ കാര്യമാണ്. ഇവിടെ ജിൻഡോ പറഞ്ഞ എല്ലാത്തിനും വീണ്ടും ഒരു പൊളിറ്റിക്കലി മറുപടി ഞാൻ പറഞ്ഞല്ലോ, ചർച്ച പൊളിറ്റിക്കലി കൊണ്ടുപോകേണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മുതലപ്പുഴി അശാസ്ത്രീയമായ നിർമ്മാണമാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ പല പ്രാവശ്യം ചർച്ച നടത്തിയാണ്.
പ്രിയപ്പെട്ട ഫാദർ പെരേര അദ്ദേഹത്തിന് ഉൾപ്പെടെ നന്നായിട്ട് ആ കാര്യം അറിയാം. അതിനൊരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് നന്നായി പരിശ്രമിച്ചു. അത് അവിടുത്തെ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായി സഹകരിച്ച ഒരു കാര്യമാണ് ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യം. 177 കോടിയുടെ ഒരു പ്രൊജക്റ്റ് നിലവിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ചർച്ചയിലേക്ക് വന്നു. CWPRSന്റെ അപ്രൂവൽ, അതിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് തയ്യാറാക്കി CWPRSന് കൊടുത്തു. അവരുടെ പരിശോധിച്ചിട്ട് അവർ അത് അംഗീകാരം തന്നു. അതിനുശേഷം കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ജിനിൻ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കടലറിവ് പ്രധാനമാണ്. പ്രാദേശികമായ തൊഴിലാളികളുടെ അല്ലെ കടലിനോട് സ്ഥിരമായി എത്രയോ തലമുറകളായി പരിചയപ്പെട്ട് നിൽക്കുന്ന ആ തൊഴിലാളികളുടെ അറിവ് പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി പ്രാദേശികമായി ഈ പ്രൊജക്റ്റ് കൊണ്ട് ചർച്ച ചെയ്തു. അവിടെ ചർച്ച ചെയ്തു. അവിടുത്തെ പുരോഹിതന്മാരുണ്ടായിരുന്നു, അവിടുത്തെ പള്ളിയുടെ മറ്റു ഭാരവാഹികളുണ്ടായിരുന്നു, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവിടെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അത് 2025 അങ്ങനെയാണ് ആ പ്രോജക്റ്റിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ആ മുതലപ്പുഴയുടെ തെറ്റായ നിർമ്മാണ പ്രവൃത്തിയുടെ പരിഹാരത്തിന് വേണ്ടി മുട്ട് നീട്ടി വളച്ചു കൊണ്ടുവന്നിട്ട് ആ മണൽത്തിട്ട വന്ന് കൂടുന്ന ഒഴിവാക്കി അവിടെയാണല്ലോ വന്ന് തട്ടിയിട്ട് വെള്ളം മറയുന്നത്. അത് അങ്ങനെയാണ് ആ ശാസ്ത്രീയമായ ഒരു കാര്യം. ആ പ്രൊജക്റ്റ് കൊണ്ടുവരികയും പ്രാദേശികമായ ചർച്ച കൂടി നടത്തിയിട്ട് അതിപ്പോൾ റണ്ണിംഗ് ആണ്. പ്രിയപ്പെട്ട ജിൻഡോ, ആ പ്രൊജക്റ്റ് 177 കോടിയോടെ അതിന്റെ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ റണ്ണിംഗ് ആണ് ആ പ്രൊജക്റ്റ്. അത് ഈ പറഞ്ഞ പാതിരി തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്വാഭാവികമായിട്ട് കഴിയണം. അതേ സമയത്തിന് തീരുമാനിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് അടിയന്തര സ്വഭാവത്തിൽ എന്തൊക്കെ ആവശ്യം വന്നാൽ ചെയ്യേണ്ട കാര്യം. ഇപ്പോ സീ റെസ്ക്യൂ സ്ക്വാഡ് ഉണ്ടാക്കി, പ്രാദേശികമായ തൊഴിലാളികളുടെ കൂടി ചേർത്തുണ്ടാക്കി. അതെന്താ ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്നില്ല? അത് പെട്ടെന്ന് ഒരു 3 മാസത്തിനിടയിൽ പ്രവർത്തിക്കാതാവുകയാണോ? അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സംവിധാനം കൂടിയുണ്ട്. ഇപ്പോൾ അപകടമുണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് അല്ലേ അത് പരിശോധിക്കേണ്ട കാര്യമല്ലേ, പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം വരുന്നത്. ശരി, കാണാതായവരെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ചർച്ച അവസാനിപ്പിക്കാൻ. നമുക്ക് വരും ദിവസങ്ങളിൽ ഇരിക്കേണ്ടതുണ്ട്. ഇത് 1 മണിക്കൂറിൽ തീരുന്ന വിഷയവുമല്ലല്ലോ. വളരെ നന്ദി ജിജി ജോൺ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം രേഷ്മയ്ക്ക് നന്ദി പറയുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ എത്സലാം, ഫാദർ യൂജിൻ പെരേര, ശ്രീ ചാൾസ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. കാണാം മീറ്റ് എഡിറ്റേഴ്സ്. Debate with Smriti Parathikkad.